ടോപ്പിക് ഗ്രോസ് ടോട്ടൽ ഇൻകം അഥവാ GTA, ടോട്ടൽ ഇൻകം അഥവാ TI, ദെൻ ബ്ലോക്ക് ഓഫ് അസറ്റ്. ഇതിൽ ആദ്യത്തെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമ്മൾ ഇൻകം ടാക്സ് തുടങ്ങി പറഞ്ഞു ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ ഇൻകം ടാക്സ് കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏതൊക്കെ സോഴ്സിലൂടെയാണ് ഇൻകം ഉണ്ടാവുക? ഏതൊക്കെ സോഴ്സിലൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി കിട്ടുന്ന എംപ്ലോയീസ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, വീട് അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, അതിന് വാടക ഉണ്ടാവും, ലോട്ടറി അടിച്ചിട്ടുണ്ടാവും, പിന്നെ ബാങ്കിൽ നമ്മൾ സ്വർണ്ണോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ ഒരു നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എടുക്കുകയാണെങ്കിൽ ഒരുപാട് സോഴ്സിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിലെല്ലാം നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നേ നമുക്ക് പെറുക്കി എഴുതി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് ഓരോ ഹെഡിൽ വരുന്ന ഇൻകത്തിന് നമ്മൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 5 സോഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് സോഴ്സ് ഈസ് നോൺ ആസ് ഹെഡ്സ് ഓഫ് ഇൻകം. അറിയപ്പെടുന്നത് ഹെഡ് എന്നാണ്, 5 ഹെഡ് എന്നാണ്. സോ ഡെഫിനിഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം അക്കോർഡിംഗ് ടു സെക്ഷൻ 14, അണ്ടർ സെക്ഷൻ 14, ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻകംസ് കമ്പ്യൂട്ടഡ് അണ്ടർ ദ ഫോളോയിങ് 5 ഹെഡ്സ്. താഴെ പറയാൻ പോകുന്ന ഈ 5 ഹെഡിലെയും നമ്മൾ ഇൻകംസ് ആഡ് ചെയ്യും. ആ ടോട്ടൽ അഗ്രിഗേറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. ഒരു വ്യക്തിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന വേജ്, സാലറി, അതാണ് സാലറി ഹെഡിൽ വരുന്നത്. രണ്ടാമത്തെ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. തേർഡ് വൺ, ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫോർത്ത് വൺ, ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. 5, ഇൻകം അണ്ടർ ദ ഹെഡ് അതർ സോഴ്സസ്. ഈ 5 ഹെഡിന് വരുന്ന ഇൻകത്തിന് നമ്മൾ ടോട്ടൽ ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ അഗ്രിഗേറ്റിംഗ് ദ ഇൻകംസ് അണ്ടർ വേരിയസ് ഹെഡ്സ്, losses are adjusted. The resultant figure is known as gross total income. ഈ 5 ഹെഡിൽ കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ ടോട്ടൽ ചെയ്യും. അതിൽ നിന്ന് ഏതെങ്കിലും ഹെഡിലോ കഴിഞ്ഞ വർഷമോ നമ്മുടെ വ്യക്തിക്ക് ഏതെങ്കിലും ലോസുകൾ, നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അതിൽ നിന്ന് മൈനസ് ചെയ്യും. ബാക്കി കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇത് ഓരോ ഹെഡും നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളായിട്ട് അടുത്ത ചാപ്റ്ററുകളിൽ കാണും. നിങ്ങളുടെ 5 മൊഡ്യൂളാണ് ഇത്. എന്നാലും മിസ് ഇപ്പോൾ ഒരു ബ്രീഫിനായിട്ട് തരാം. സാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡിൽ വരുന്നത് ഒരു വ്യക്തിക്ക് എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എല്ലാ ഇൻകം, അതായത് സാലറി കിട്ടും, വേജ് കിട്ടും, പ്രൊവിഡൻറ്റ് ഫണ്ട്, കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി, പിന്നെ എന്തെങ്കിലും അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്, അതായത് ട്രാവലിംഗ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, പിന്നെ നമ്മൾ എംപ്ലോയറുടെ എന്തെങ്കിലും വെൽഫെയർ സ്കീമുകൾ, വെൽഫെയർ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത്, ഇതെല്ലാം വരുന്നത് എംപ്ലോയി റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാം സാലറി ഹെഡിൽ വരും. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഈ ഹെഡിൽ വരില്ല. കാരണം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറും ഫേമും തമ്മിൽ എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ല. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഓണറാണ്. അതുകൊണ്ട് അത് സാലറി ഹെഡിൽ വരില്ല. ഇവിടെ വരാനുള്ള നിയമം എന്നുള്ളത് എംപ്ലോയി റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ ഇൻകം അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി. ഈ ഹെഡിൽ വരുന്ന ഇൻകത്തിൻ്റെ പ്രത്യേകത, എനി റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബീയിങ് ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. എൻ്റെ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ് ഞാൻ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. എന്തിനാ വാടകയ്ക്ക് കൊടുത്തേക്കണേ? റെസിഡൻഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വാടകയാണ് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ വരിക. പറയുമ്പോൾ തന്നെ ഞാൻ കൊടുത്തേക്കുന്ന ഒരു കടമുറിയാണ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ അത് ഈ ഹെഡിൽ വരിക. താമസിക്കാൻ കൊടുത്താൽ മാത്രമേ ഈ ഹെഡിൽ ടാക്സുകൾ ആവുള്ളൂ. തേർഡ് വൺ ഈസ് ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പേരുകൾക്ക് തന്നെ അറിയാം. ഒരു വ്യക്തി സ്വന്തമായിട്ട് ബിസിനസ്സോ സ്വന്തമായിട്ട് പ്രൊഫഷനോ ഉള്ള വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, അതാണ് ഈ ഹെഡിൽ വരുന്നത്. ഫോർത്ത് വൺ, ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എനി പ്രോഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമ്മുടെ സ്വന്തം കൈവശമുള്ള ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ജ്വല്ലറി ആവും, സ്വർണ്ണാഭരണങ്ങൾ, അത് വിറ്റിട്ട് കിട്ടുന്നതാവാം.
അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള ലാൻഡ് ആവാം, പ്രോപ്പർട്ടി ആവാം, അങ്ങനെ അതെല്ലാം വിറ്റിട്ട് കിട്ടുന്ന ലാഭമാണ് ഈ ഹെഡിൽ വരും. ഇപ്പോൾ ആദ്യത്തെ ഈ 4 ഹെഡിൻ്റെ പ്രത്യേകത, ഇതിന് 4നും ഒരു ഫിൽട്രേഷൻ ഉണ്ട്. ഇന്നത് മാത്രമേ എടുക്കൂ, അല്ലാത്തതിനെല്ലാം അത് തള്ളിക്കളയും. അതാണ് 5ാമത്തെ ഹെഡ്, ഇൻകം അണ്ടർ ദ ഹെഡ് അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? All the incomes which are not included in the above 4 heads are included in income from other sources. മറ്റ് 4ലും കാണാത്തതെല്ലാം നമുക്കിവിടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആഡ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ലോട്ടറി, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം കമ്പനീസ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, പിന്നെ ക്രോസ് വേർഡ് ബസ്സിൽസ് അയച്ചിട്ട് കിട്ടുന്നത്, ടി വിയിൽ ഗെയിം ഷോയിൽ പങ്കെടുത്തിട്ട് അതിന് കിട്ടുന്ന പ്രൈസ് മണി, ഇതെല്ലാം എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. So all these incomes add ചെയ്യുക, അതിന് ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക, ബാക്കി കിട്ടുന്നതിന് പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അഥവാ GTI. The next definition ഇതിനോട് വളരെ റിലേറ്റഡ് ആണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ്? ആ ടോട്ടൽ ഇൻകം ആണ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം certain deductions are allowed to an assessee. The balancing figure is called total income. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് സെക്ഷൻ 80 പ്രകാരം ചില ഡിഡക്ഷൻസിന് എലിജിബിലിറ്റി ഉണ്ടാവും. അതിന് മിസ് എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിന് വേണ്ടിയിട്ടോ എൻ്റെ മക്കളുടെ ലൈഫിന് വേണ്ടിയിട്ടോ LIC പ്രീമിയം അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് 80Cയിൽ 1 ലക്ഷം രൂപ വരെ 1.5 ലക്ഷം രൂപ വരെ എക്സംപ്റ്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ 80C കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഒന്നാണ് LIC പ്രീമിയം. പിന്നെ എൻ്റെ മക്കളൊരു CBSE സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും അവർക്ക് കോഴ്സ് ഫീ എന്ന് പറഞ്ഞൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് ഫീയും എനിക്ക് എന്ത് കിട്ടാൻ എലിജിബിൾ ആണ്? 80C കിട്ടാൻ എലിജിബിൾ ആണ്. അങ്ങനെ മാക്സിമം എനിക്ക് 1.5 ലക്ഷം വരെ എക്സംഷൻ കിട്ടും. പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് എത്ര രൂപ ഞാൻ തിരിച്ചടയ്ക്കുന്നുണ്ടോ അതെനിക്ക് 80E കിട്ടാനായിട്ട് എലിജിബിൾ ആണ്. അതേപോലെ എൻ്റെ വീട്ടിൽ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഏതെങ്കിലും ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ, അച്ഛനാവാം, അമ്മയാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് 80DD കിട്ടും. ഇനി നോട്ടിഫൈഡ് ഡിസീസുകൾ, ക്യാൻസർ, എയ്ഡ്സ് അങ്ങനെയുള്ളതിന് ട്രീറ്റ്മെൻറ്റ് എനിക്കോ എൻ്റെ റിലേറ്റീവ്സിനോ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് 80DDB കിട്ടും. അങ്ങനെ ഒരു വ്യക്തിക്ക് സെക്ഷൻ 80 പ്രകാരം വലിയ ചാപ്റ്ററാണ് 80C മുതൽ 80U വരെ 28 ഡിഡക്ഷൻസ് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡിഡക്ഷൻ കിട്ടാൻ എലിജിബിൾ അല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ഡിഡക്ഷൻസ് എല്ലാം കുറയ്ക്കുക, ബാക്കി എത്രയുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇൻകം അഥവാ TI. ഇതിനെയാണ് നമ്മൾ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Then the last definition is block of asset. Block of asset എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മിസ് ഒന്ന് അക്കൗണ്ടിങ്ങിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾ അക്കൗണ്ടിങ്ങിലേക്ക് പോകാൻ നമുക്ക് ബ്ലോക്ക് ഓഫ് അസറ്റ് ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് എന്താണ് അസറ്റ് എന്ന് നോക്കാം. നമ്മൾ സാധാരണ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നിങ്ങൾ പല മെത്തേഡ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെന്താ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഉണ്ട്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ട്. പല രീതിയിലുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഇന്ന അസറ്റിന് ഇത്ര പെർസെൻറ്റേജിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇന്ന് എൻ്റെ കമ്പനി മെഷീനറിക്ക് 10% ആണെങ്കിൽ അതേപോലത്തെ മറ്റൊരു കമ്പനി 20% ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇൻകം ടാക്സിൽ അത് സമ്മതിച്ച് തരില്ല. നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ 20% മെഷീനറിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർ ചെയ്യുന്നത് സെയിം പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ വരുന്ന അസറ്റിനെ ഒരു ബ്ലോക്ക് ആക്കിയെടുക്കുകയാണ്. അതായത് 15% ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഫർണിച്ചർ, ഫിറ്റിങ്സ്, അതൊക്കെ. ഒരു കമ്പനിയുടെ എല്ലാ ഫർണിച്ചറിനും അവർ കൊടുക്കുന്ന ഡിപ്രീസിയേഷൻ 15%, അത്രയേ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി കമ്പ്യൂട്ടർ ചിലപ്പോൾ 100% ആയിരിക്കും, മെഷീനറി 10%. അങ്ങനെ ഒരേ പെർസെൻറ്റേജ് വരുന്ന ഒരു കൂട്ടം അസറ്റുകളെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. It means a group of asset falling within a class of asset comprising. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ടാൻജിബിൾ അസറ്റ്സ് ബീയിങ്. ടാൻജിബിൾ എന്താണെന്ന് അറിയാം? എന്താ ടാൻജിബിൾ
ടച്ച് ചെയ്യാനും പറ്റുന്ന അസറ്റുകൾ. എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് വരില്ല ഇവിടെ, ബിൽഡിംഗ്, ഫർണിച്ചർ, ഫിക്ചേഴ്സ് എക്സെട്ര. ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ അസറ്റ്സ് വിച്ച് കൻ നോട്ട് ബി സീൻ ആൻഡ് ബി ടച്ച്ഡ്, കാണാനും ടച്ച് ചെയ്യാനും പറ്റാത്തത്. അതിന് എക്സാമ്പിൾ എന്താ? ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസസ്, ഫ്രാഞ്ചൈസസ് എക്സെട്ര. ഇതെല്ലാം. അപ്പം നമ്മുടെ ബ്ലോക്ക് ഓഫ് അസറ്റിൽ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂല് ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ ഉണ്ടാവും? ടാഞ്ചിബിൾ അസറ്റും ഉണ്ടാവും, ഇൻടാഞ്ചിബിൾ അസറ്റും ഉണ്ടാവും. അതിന്റെ പ്രത്യേകത at which the same percentage of depreciation is prescribed. അതിന് ഒരേ റേറ്റ് ഡിപ്രീസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന ഡെഫിനേഷൻസ്. ഇതിൽ പലതും നമ്മൾ മുൻപ് കേട്ട് പരിചയമാണെങ്കിലും ഇൻകം ടാക്സിന്റെ പോയിന്റിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു പേഴ്സൺ, അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമാണ്. പക്ഷെ ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നപ്പോൾ വ്യക്തിയായി, പിന്നെ ആരൊക്കെ? കമ്പനി വന്നു, പേഴ്സൺ വന്നു, ഫേം വന്നു, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വന്നു, യൂണിവേഴ്സിറ്റി അടക്കം വന്നു, അല്ലേ? സോ ദീസ് ആർ ദ ബേസിക് ഡെഫിനേഷൻ. യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ഫോർ 2 marks question for the യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. അസസി ആൻഡ് ക്ലാസിഫിക്കേഷൻ 4 marksന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 mark ക്വസ്റ്റ്യൻ മിസ് ഡീൽ ചെയ്യാൻ പോകണം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ യൂണിറ്റിൽ അവസാനിപ്പിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. മിസ് അവിടെ ഓരോട്ട് 3 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ 3 രീതിയിൽ യൂണിവേഴ്സിറ്റി പേപ്പറിൽ കണ്ടാലും ഇതാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ട്. ഫസ്റ്റ് വൺ, when the income earned during the previous year is taxed that year itself. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ആ വർഷം തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണ്? അതായത് നമ്മൾ മിസ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിരുന്നു, അസസ്മെന്റ് ഇയറിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഏത് വർഷത്തെ ഇൻകത്തിനാണ്? കഴിഞ്ഞ വർഷത്തെ. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിനാണ് അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. അതിന് വിപരീതമായിട്ട് പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് അപ്പോൾ തന്നെ ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴൊക്കെയാണ്? ഓർ രണ്ടാമത്തെ ചോദിക്കാവുന്ന രീതി എന്ന് പറയുന്നത്, ഇൻകം ഏൺഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സ്ഡ് ഡ്യൂറിംഗ് ദ അസസ്മെന്റ് ഇയർ. നോർമൽ പ്രിൻസിപ്പിൾ ആണ്. വാട്ട് ആർ ദ എക്സെപ്ഷൻസ് ടു ദിസ് ജനറൽ റൂൾ? ഈ ജനറൽ റൂളിന് എക്സെപ്ഷൻസ്, ഒഴിവുകൾ വരുന്നത് എപ്പോഴൊക്കെയാണ്? അതും അല്ലെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യമാണ് എക്സ്പ്ലെയിൻ ആക്സിലറേറ്റഡ് അസസ്മെന്റ്. ആക്സിലറേറ്റ് ചെയ്യാൻ എന്താ? വണ്ടിയിൽ ആക്സിലറേറ്റർ എന്തിനാ? സ്പീഡ് കൂട്ടാൻ, അല്ലേ? അതേപോലെ ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് സ്പീഡ് കൂട്ടി നടത്തുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻകത്തിന് അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത് എപ്പോഴൊക്കെ? സോ in the following 5 situations, income earned during the year is taxed that year itself. അപ്പോൾ തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കും. ഫസ്റ്റ് കണ്ടീഷൻ, ഷിപ്പിംഗ് ബിസിനസ് ഇൻകം ബൈ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി. ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനി ഏൺ ചെയ്യുന്ന ഷിപ്പിംഗ് ഇൻകം. മിസ് പറഞ്ഞ സപ്പോസ് എ നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനി, അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനി ആയിക്കോട്ടെ, കം ടു ഇന്ത്യ and carrying shipping business by carrying passengers, mails etc. and earning some income. ഒരു അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനി ഇന്ത്യയിലേക്ക് വന്നു, ആളുകളെ ക്യാരി ചെയ്തുകൊണ്ടും ഗുഡ്സ് ക്യാരി ചെയ്തുകൊണ്ടും ഷിപ്പിംഗ് ബിസിനസ് ഇൻകം അവർ ഏൺ ചെയ്തു. സച്ച് ഷിപ്പിംഗ് കമ്പനി ഈസ് അലൗഡ് ടു ലീവ് ദ പോർട്ട് ഓൺലി ആഫ്റ്റർ പേയിങ് ടാക്സ് ഫോർ ദാറ്റ് ഇൻകം. അത്തരം നോൺ റെസിഡന്റ് ഷിപ്പിംഗ് കമ്പനീനെ ഇന്ത്യ വിട്ടു പോകാൻ അനുവദിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? അതുമുള്ള ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അനുവദിക്കുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കണേ? എന്തുകൊണ്ടാണ് ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ അനുവദിക്കുള്ളൂ എന്ന് പറയണേ? അടുത്ത കൊല്ലത്തേക്ക് വെയിറ്റ് ചെയ്താൽ അങ്ങനെ ഒരു ഷിപ്പിംഗ് കമ്പനി നമ്മുടെ ഇന്ത്യയിലുണ്ടോ? ഇല്ല, തിരിച്ചു പോകില്ല അത്. അപ്പം അതുകൊണ്ട് അത് പോണേക്ക് മുൻപ് തന്നെ നമ്മൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടപ്പിക്കും. ക്ലിയർ ആയോ? 2, ഇൻകം ഓഫ് പേഴ്സൺ ലീവിംഗ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകുന്ന ഒരു വ്യക്തി ആൻഡ് ഹാവിംഗ് നോ ഇന്റൻഷൻ ടു കം ബാക്ക് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഒരു വ്യക്തി ഇന്ത്യ വിട്ടു പോകണു, ഇൻകം ടാക്സ് ഓഫീസർ ഹാസ് റീസൺ ടു ബിലീവ് that assessee has no intention to come back during the previous year. ഞാനിപ്പോൾ ഇന്ത്യ വിട്ട് പോകാൻ പോവാണ്, ദുബായിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് പോവാണ്. എനിക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ഞാനിവിടെ തിരിച്ചു വരില്ലെന്ന് എങ്ങനെ ഇൻകം ടാക്സുകാർക്ക് അറിയാം? വിസിറ്റിംഗ് വിസയ്ക്ക് പോകണമെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും, അല്ലേ? അതേസമയം എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പ്രകാരം പോകണമെങ്കിലോ ഞാനിപ്പോൾ തിരിച്ചു വരും? ഇല്ല. അപ്പം അങ്ങനെ
അസസിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർക്ക് ഒരു ഡൗട്ട് തോന്നിയാൽ ആ വ്യക്തി പോകുന്ന ഡേറ്റ് വരെയുള്ള ഇൻകം ടിൽ ദ ഡേറ്റ് ഓഫ് ഹിസ് ഡിപ്പാർച്ചർ ഫ്രം ഇന്ത്യ വിട്ട് പോകുന്ന ഡേറ്റ് വരെയുള്ള ഇൻകത്തിന് ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അയാളെ ഇന്ത്യ വിട്ട് പോകാൻ അനുവദിക്കുള്ളൂ. The third one is income of an association of person, body of individual formed for a specific purpose. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാത്രം ഫോം ചെയ്തേക്കുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വലോ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ഉത്സവാഘോഷ കമ്മിറ്റികളൊക്കെ ഉണ്ടാവില്ലേ, പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ അയ്യപ്പ വിളക്കൊക്കെ ആണെങ്കിൽ അതിന് ആ ഒരു പർപ്പസിലേക്ക് മാത്രം നമ്മൾ ഫോം ചെയ്യുന്ന കമ്മിറ്റികൾ. അതിൻ്റെ പ്രത്യേകത എന്താ? വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ദാറ്റ് കമ്മിറ്റി വിൽ ബി ഡിസോൾവ് അല്ലേ. ആ ഒരു ഉത്സവാഘോഷ കമ്മിറ്റി ആണെങ്കിൽ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്മിറ്റി അപ്പോൾ പിരിച്ചു വിടും. അപ്പം അതുകൊണ്ട് if an association of person is formed for a specific purpose, the income earned by such association of person is taxed that year itself. എപ്പോഴാണോ അവർ ഇൻകം ഏൺ ചെയ്ത് അപ്പം തന്നെ നമ്മൾ ആ ഇൻകത്തിന് ടാക്സ് അടപ്പിക്കും. കാരണം നെക്സ്റ്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്താൽ അങ്ങനെ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ടാവില്ല. അപ്പം ഇല്ലാത്തൊരു സാധനത്തിന്മേയോ ഇല്ലാത്തൊരു വ്യക്തിന്മേയോ ഇൻകം ടാക്സ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻകം ടാക്സും അടയ്ക്കണം. ഫോർത്ത് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വ്യക്തി അയാളുടെ പേരിലുള്ള പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് അസസിംഗ് ഓഫീസർക്ക് മനസ്സിലായി. അത് മിസ് എക്സാമ്പിൾ പറയാം. മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി, ബിൽഡിങ്ങോ വീടോ ആയിക്കോട്ടെ, ഹസ്ബൻഡിൻ്റെ പേരിലുള്ളൊരു പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അവിടെ നമ്മുടെ ലാക്സ് ഓഫ് ലാക്സ് അതിൻ്റെ ആഡിക്കേറ്റ് എമൗണ്ട് വാങ്ങിയിട്ടാണെങ്കിൽ നമുക്കിവിടെ നോക്കേണ്ട, അത് സെയിലായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടൊന്നും വാങ്ങാതെ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ ഹസ്ബൻഡിൻ്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് അവോയ്ഡിങ് ടാക്സ്. ഹസ്ബൻഡ് ചിലപ്പോൾ 30% ടാക്സ് കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊന്ന് ഒഴിവാകാൻ വേണ്ടി ടാക്സ് അടയ്ക്കേണ്ടാത്ത അത്രയും ഇൻകം ഇല്ലാത്ത വൈഫിൻ്റെ പേരിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസർക്ക് മനസ്സിലായാൽ ദാറ്റ് എമൗണ്ട് ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ട്രാൻസ്ഫറർ. ആ ട്രാൻസ്ഫർ ആഡിക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങാതെ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ടാക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് എന്താണ്, ട്രാൻസ്ഫറർക്ക് തന്നെയാണ് ടാക്സബിലിറ്റി വരിക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ ഹസ്ബൻഡിന് തന്നെ ആ സമയത്ത് അതിൻ്റെ ടാക്സ് അടപ്പിക്കും. കാരണം നെക്സ്റ്റ് ഇയറിലേക്ക് വെയിറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആരുടെ പേരിലായി? വൈഫിൻ്റെ പേരിലായി. വൈഫ് ടാക്സ് അടയ്ക്കേണ്ടി വരും. Then fifth one is discontinuance of a business or profession. If any company, business or profession is discontinuing during the previous year, നമ്മൾ ഈ വർഷം തന്നെ വൈൻഡപ്പ് ചെയ്യാണ്, കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ until the date of discontinuance the tax must be paid. For the income earned till the date of discontinuation. എന്നാണോ കമ്പനി അടച്ചു പൂട്ടുന്നത് ആ അടച്ചു പൂട്ടുന്ന ഡേറ്റ് വരെ ഏൺ ചെയ്ത ഇൻകത്തിന് എന്ത് കൊടുക്കണം? ഇൻകം ടാക്സ് കൊടുത്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ടാക്സ് ചാർജ് ചെയ്തിട്ടേ അത് അടച്ചു പൂട്ടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു 5 കേസ് എന്താ പ്രത്യേകത കണ്ടേ? നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിന് അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണില്ല. ഏത് വർഷമാണോ ഇത് സംഭവിക്കണേ ആ വർഷം തന്നെ അതിൻ്റെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യണം അല്ലേ. സോ ദിസ് ഈസ് നോൺ ആസ് ആക്സിലറേറ്റഡ് അസസ്മെന്റ്. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആക്സിലറേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് സ്പീഡപ്പ് ചെയ്തേക്കും. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ അസസ്മെന്റ് നടത്തും. അപ്പം നല്ലോണം നോക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് കോൾ മീ പേഴ്സണലി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഡെഫിനേഷൻസ് ആണ് ഇതെല്ലാം തന്നെ.